ആരാ അത്? ആറാവ് ആരാ പരിപാടി തുടങ്ങുന്നതിന് 1 മണിക്കൂർ മുമ്പേ സ്റ്റേജിൽ കയറിയിരിക്കുന്നത്? ചേടാ, ഇനി പഞ്ചാബി ഹൗസിലെ രമണം പറയുമ്പോൾ ബദിരനും മൂങ്ങനുമാണോ? അല്ല അല്ല, മിണ്ടുന്നുണ്ട്. അപ്പം മിണ്ടുന്നയാളാണ്, വായില്ലാക്കുന്നില്ലപ്പനല്ല. അല്ല, പുള്ളി എന്തൊക്കെയോ പറയുന്നുണ്ടല്ലോ. ഓ, മുദ്രാവാക്യം വിളിക്കുകയാണോ? ഇത് നമ്മുടെ രാജീവ് ചന്ദ്രശേഖർ ജി അല്ലേ? അല്ല, ചാനൽ മുതലാളി ജി എന്തിനാണ് ഈ വിഴിഞ്ഞം തുറമുഖ ഉദ്ഘാടന വേദിയിൽ കയറിയിരുന്ന് മുദ്രാവാക്യം ആറാടുന്നത്? അതും പോട്ടെ, ജിക്ക് എന്താണ് ഈ വീട്ടുകാര്യം? വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഉദ്ഘാടനത്തിന് നരേന്ദ്രമോദി വന്നു, ഓക്കെ, മനസ്സിലാക്കാം, രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയല്ലേ. ഗൗതം അദാനി വന്നു, തുറമുഖത്തിന്റെ നടത്തിപ്പുകാരനൊന്നും പറയാൻ പറ്റൂല. മുഖ്യമന്ത്രിയും ബ്രിട്ടാസും തരൂരും റഹീമും വിൻസെന്റും എല്ലാം വന്ന് വേദിയിലിരിക്കുന്നത് വളരെ സ്വാഭാവികം. കിളിപോയ കേസാണെങ്കിലും ഭരത്ചന്ദ്രൻ കേന്ദ്രമന്ത്രി എന്ന പരിഗണന കൊടുക്കാം. പക്ഷെ ഈ ഐറ്റം ഏത് വകയിലാണ് ഇവിടെ കയറി ഇരിപ്പുറപ്പിച്ചിരിക്കുന്നത്? BJP-യുടെ സംസ്ഥാന പ്രസിഡന്റ്, ഏഷ്യാനെറ്റ് മുതലാളി എന്നീ 2 പദവികളല്ലാതെ മറ്റേതെങ്കിലും പദവി ഇദ്ദേഹത്തിനുള്ളതായി നമുക്കറിയില്ല. ഈ 2 പദവികളാണെങ്കിൽ വിഴിഞ്ഞത്തെ ഉദ്ഘാടന വേദിയിൽ വന്നിരിക്കാനുള്ള ഒരു യോഗ്യതയും അല്ല. എന്നിട്ടും പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള പ്രത്യേക ഇടപെടലിന്റെ ഭാഗമായിട്ടുള്ള റിസർവേഷൻ കോട്ടയിലെ നിയമനമാണല്ലേ. അതേതായാലും നന്നായി ജി. നേരിട്ട് ഏതായാലും ആരും ഇങ്ങോട്ട് വിളിക്കൂല. അങ്ങനെ വിളിക്കാൻ മാത്രം പ്രത്യേകിച്ച് എന്തെങ്കിലും ഗുണമുള്ള ആളുമല്ല. പിന്നെ ഇങ്ങനെയൊക്കെ വലിഞ്ഞേറി വന്നിരിക്കാനേ പറ്റൂ. അതിനും വേണം ഒരു യോഗം. ഒരു ഉളുപ്പുമില്ലാതെ വന്നിരുന്നോ മനസ്സിലാക്കാം. പക്ഷെ വന്നിരുന്ന് BJP അനുകൂല മുദ്രാവാക്യം വിളിച്ച് നാട്ടുകാരെയും ദേശീയ മാധ്യമങ്ങളെയും പറ്റിക്കുന്നതാണ് തൊലിക്കട്ടിയുടെ അങ്ങേയറ്റം. അതായത് വിഴിഞ്ഞം തുറമുഖം പദ്ധതി BJP-യുടേതാണെന്ന് നാഷണൽ ചാനലുകൾ കാണുന്ന ഉത്തരേന്ത്യൻ മണ്ടന്മാരായ മിത്രങ്ങളെ ബോധിപ്പിക്കണം. പിന്നെ മോദിജിയുടെ മുമ്പിൽ ഒന്ന് ആളാവണം. പിന്നെ വിഴിഞ്ഞം പദ്ധതിക്ക് വേണ്ടി ഞങ്ങൾ കുറേ കഷ്ടപ്പെട്ടു എന്ന് ഇവിടുത്തെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കണം. അതിൽ അവസാനത്തേത് മാത്രം നടക്കൂല. കാരണം നാട്ടുകാർക്കറിയാം വിഴിഞ്ഞത്തിന്റെ ചരിത്രം എന്താണെന്ന്. ബാക്കി 2 ലക്ഷ്യങ്ങളും ചിലപ്പോൾ നടന്നേക്കാം. എന്നാൽ ഇതിനുമാതിരി മറ്റേ പരിപാടി ഇപ്പൊ രാജീവ്ജി, വീട്ടുകാർ വിളിക്കാത്ത കല്യാണത്തിന് ആരെങ്കിലും പഞ്ചായത്ത് പ്രസിഡന്റിന്റെ കത്തുമായിട്ട് വന്ന് പങ്കെടുക്കും? അല്ല, ഇപ്പോഴാണ് ഞാൻ ഓർത്തത്, ഇതുപോലൊരു കക്ഷി മുമ്പൊരു പരിപാടിക്ക് വന്ന് ഇതുപോലെ ഇരിപ്പുണ്ടായിരുന്നല്ലോ. ഇയാള് കുമ്മരഞ്ചി ഓർമ്മയില്ലേ? പണ്ട് നമ്മുടെ കൊച്ചി മെട്രോയുടെ ഉദ്ഘാടന വേളയിൽ ഇതുപോലെ വിളിക്കാത്ത കല്യാണത്തിന് ഉണ്ണാൻ വന്നത്. എന്നാലും എൻ്റെ മോദിജി ഇങ്ങനെ ഒരേ സ്വഭാവമുള്ള അമ്മാവന്മാരിൽ എങ്ങനെ കൃത്യമായിട്ട് അങ്ങയുടെ കയ്യിൽ തന്നെ വന്നു വിടുന്നു? അറിയാനും ഒരു കൗതുകം കൊണ്ട് ചോദിക്കുന്നതാണ്. ഈ കൊല്ലയിൽ ഇതുപോലെ തേങ്ങകൾ ഇനിയുണ്ടോ?